ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ UAE തകർത്ത് തരിപ്പണമാക്കി ടീം ഇന്ത്യ. ആദ്യം അവരെ എറിഞ്ഞൊതുക്കി, പിന്നെ അടിച്ച് തകർത്തു. 9 വിക്കറ്റിന്റെ വമ്പൻ വിജയം. 93 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഇന്ത്യയുടെ വിജയം. 15 മത്സരങ്ങൾക്ക് ശേഷം ടോസ് കിട്ടിയ ഇന്ത്യ UAE ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. UAEക്ക് വേണ്ടി ഓപ്പണർമാരായ അലീഷൻ ഷറഫും മുഹമ്മദ് വസീമും മാത്രമാണ് രണ്ടക്കം കണ്ടത്. ഷറഫു 17 പന്തിൽ 22 റൺസ് എടുത്തപ്പോൾ മുഹമ്മദ് വസീം 22 പന്തിൽ 19 റൺസാണ് എടുത്തത്. ബാക്കിയുള്ള അവരുടെ സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ ഷൊഹൈബ് ഖാൻ 2, രാഹുൽ ചോപ്ര 3, ആസിഫ് ഖാൻ 2, ഹർഷിത് കൗശിക് 2, പരശാർ 1, സിമ്രൻജീത് സിംഗ് 1, ഹൈദർ അലി 1, ജുനൈദ് സിദ്ദിഖ് 0, മുഹമ്മദ് റോഹിത് 2 എന്നിങ്ങനെയാണ് ബാക്കിയുള്ളവരുടെ സ്കോറുകൾ. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവും ശിവം ദുബെയും തകർത്തെറിഞ്ഞപ്പോൾ 13.1 ഓവറിൽ 57 റൺസിന് ഔട്ടായി. കുൽദീപ് യാദവ് 2.1 ഓവറിൽ വെറും 7 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തപ്പോൾ ശിവൻ ദുബെ 2 ഓവറിൽ 4 റൺസ് വഴങ്ങി 3 വിക്കറ്റുകളാണ് വീഴ്ത്തത്. ബുംറയും അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ഗില്ലും തല്ലി തകർക്കുകയായിരുന്നു. അഭിഷേക് ശർമ്മ 16 ബോളിൽ 3 സിക്സും 2 ഫോറും സഹിതം 30 റൺസ് എടുത്തപ്പോൾ ശുഭ്മാൻ ഗിൽ 9 പന്തിൽ 1 സിക്സും 2 ഫോറും സഹിതം 20 റൺസ് എടുത്തു. അഭിഷേക് ശർമ്മയെ ഹൈദർ മടക്കിയപ്പോൾ പകരമെത്തിയ സൂര്യകുമാർ യാദവ് 2 പന്തിൽ 1 സോടെ 7 റൺസ് എടുത്ത് കളി അവസാനിപ്പിച്ചു. അങ്ങനെ 4.3 ഓവറിൽ, അതായത് 27 ബോളിൽ ഇന്ത്യ 60 റൺസ് നേടി കളി തീർത്തു. മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം പിടിച്ചപ്പോൾ അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ശിവം ദുബെ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി എന്നിവരാണ് ഇന്ത്യയ്ക്ക് കളിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ഏഷ്യ കപ്പിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ 9 വിക്കറ്റിന്റെ വമ്പൻ ജയം നേടി ഇന്ത്യ കപ്പിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്.